അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. ഉള്ളിയും തക്കാളിയും മാത്രം മതി നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ ഉച്ചക്ക് എടുത്തതിൻ്റെ ബാക്കി ചിക്കൻ്റെ ഒരു പീസ് ഉള്ളത് കാരണം, ഫ്രൈ ചെയ്ത പീസ് ഉള്ളത് കാരണം ഞാനതൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇതില്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ 2 സവാള നുറുക്കിയെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളി, കുറച്ച് സ്ലൈസ്ഡ് ബ്രെഡ്, പിന്നെ മൊസറല്ല ചീസ്. ഇത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബട്ടറിലാണ്. ഇത് ഞാൻ ബട്ടറിൻ്റെത് ക്യൂബായി കട്ട് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇതുകൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം. ഞാനിതിപ്പോൾ നോർമൽ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം കാണും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന്. 2 തരത്തിൽ നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എന്ന് പറയാനൊന്നുമില്ല, സവാളയും തക്കാളിയും ഉള്ളൂ. അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് അത് ബ്രെഡിൻ്റെ മേലെ അങ്ങനെ തന്നെ വെച്ചിട്ടും കഴിക്കാവുന്നതാണ്. അപ്പം ഞാനതൊന്ന് മസാല പോലെ ആക്കുകയാണ്. അപ്പം ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചൂടായപ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യാതെ നമുക്ക് സവാള, തക്കാളി, കുക്കുംബർ ഇതൊക്കെ സ്ലൈസായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിൽ വെച്ച് ഈ ചെയ്യുന്ന പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് മറ്റൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചുകൂടെ അതാണ് എളുപ്പം, കാരണം ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് അതിനേക്കാളും ടേസ്റ്റി ഇങ്ങനെയാണ് തോന്നിയത്. അപ്പം ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കരുതി ഒരു മസാല രൂപത്തിലാക്കാമെന്ന്. അപ്പോൾ ഇത് ഒരുപാട് വാടി കുക്കാകൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാ സ്ലൈസും ഒന്ന് ഓപ്പണായി ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ, ഞാനൊരല്പം ഉപ്പ് ചേർക്കുകയാണ്, എരിവിനാവശ്യത്തിന് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, അപ്പോൾ നമുക്കൊരല്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഇടാം. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം, ഗരം മസാല വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം ചിക്കൻ മസാലയാണ് ചേർത്തത്. അപ്പോൾ ഇത്രയും മതി. അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് തക്കാളി കൂടെ ചേർക്കാം. തക്കാളിയും ചേർത്ത് നല്ല രീതിയിൽ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. അത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വരുമൊന്നും വേണ്ട. അപ്പോൾ ഇതേ ഏതാണ്ടൊരു മസാല പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസ് കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തെന്ന് മാത്രം. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ളത് നമ്മുടെ ഈ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണെങ്കിൽ കുറച്ച് ക്രഷ്ഡ് റെഡ് ചില്ലി, നമ്മുടെ കായമുളക് പൊടിച്ചത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാൽ മതി, അതുകൂടെ ചേർക്കാം. അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല.
അപ്പം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ക്യൂബ്സ് ബട്ടർ കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കെച്ചപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിൻ്റെ നല്ല വശം പാനിലേക്ക് വെക്കുക. അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം അത്യാവശ്യത്തിന് മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം. ഞാൻ അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി കുറഞ്ഞു പോയിട്ട് അതിൻ്റെ ഗുമ്മ് കളയണ്ട. മുകളിലേക്ക് മറ്റൊരു സ്ലൈസ് ബ്രെഡ് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിത് മറിച്ചിടുമ്പോൾ ഇളകിപ്പോവും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. ശേഷം ഇത് തിരിച്ചിടാം. ഇപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമെ ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ചധികം മൊരിഞ്ഞു പോയി, കുഴപ്പമില്ല. അപ്പം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. അപ്പം ഞാൻ പറഞ്ഞ പോലെ പുറമെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതെ, ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചുള്ള ഒരു സാൻഡ്വിച്ചാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.